കല്ലുമ്മക്കായ കൃഷിയിൽ വിത്തിറക്കുന്നത് സംബന്ധിച്ച് ഫിഷറീസ് വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകൾ ഏറെ ദുരിതം സൃഷ്ടിക്കുന്നതായി കർഷകർ. വരുന്ന 3 മാസക്കാലം കല്ലുമ്മക്കായ കൃഷി ഇറക്കുന്നതിന്റെ സമയമാണ്. ഒക്ടോബർ മാസത്തിൽ തുടങ്ങി ജനുവരി വരെയാണ് കല്ലുമ്മക്കായ കൃഷിയുടെ കാലം. അയൽ ജില്ലകളിൽ നിന്ന് കുറഞ്ഞ വിലക്ക് വിത്ത് ലഭിക്കുമ്പോൾ കർഷകർ വിത്ത് നേരിട്ട് ശേഖരിക്കുകയോ സ്വകാര്യ ഏജന്റുമാരിൽ നിന്ന് വാങ്ങാനോ പാടില്ലെന്ന നിബന്ധനയാണ് വിനയാകുന്നത്. മത്സ്യത്തൊഴിലാളി സംഘങ്ങൾ വഴി വിത്ത് വാങ്ങി കൃഷി ചെയ്യണമെന്ന ഫിഷറീസ് വകുപ്പിന്റെ നിബന്ധനകൾക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ജില്ലയിൽ കൃഷി നടത്തിവരുന്ന കായലോര പ്രദേശങ്ങളിലേക്ക് കോഴിക്കോട്, വടകര തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് 60 കിലോ വരുന്ന ഒരു ചാക്ക് വിത്ത് എത്തിക്കുന്നതിന് 3000 മുതൽ 3500 രൂപ വരെയാണ് ഈടാക്കുന്നത്. അപ്പം ചെറിയ തോതിൽ നമുക്ക് വിത്തുകൾ എത്തിക്കാന്നുള്ളത് മത്സ്യത്തൊഴിലാളികൾ വാരി നമുക്ക് കൊണ്ടുതരാന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ വീണ്ടും കൃഷി ചെയ്യുന്നുണ്ട്. 3200, 3500 ഈ നിലയിലാണ് 60 കിലോൻ്റെ ചാക്കിന് നമുക്കിപ്പോൾ കിട്ടുന്നത്. അപ്പം മത്സ്യത്തൊഴിലാളി ഞങ്ങൾ വാരി തരാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മളത് വീണ്ടും ഈ കൃഷിയിലേക്ക് ഇറങ്ങുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ട പോയ പൈസ നമുക്ക് തിരിച്ചു കിട്ടുന്നതിൻ്റെ പ്രതീക്ഷയിൽ. അപ്പോൾ ഇപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇപ്പം രംഗത്ത് ഇറങ്ങിയിട്ട് വീണ്ടും കൃഷി ചെയ്യാനുള്ളൊരു താല്പര്യമുണ്ട്. കർഷക ഗ്രൂപ്പുകളും വ്യക്തികളും കല്ലുമ്മക്കായ കൃഷി ചെയ്യുന്നതിന് മുൻകൂർ അനുമതി തേടണമെന്ന നിർദ്ദേശവും ഈ മേഖലയ്ക്ക് തിരിച്ചടിയാവുകയാണ്. കവായി കായലിനോട് ചേർന്ന് കിടക്കുന്ന പടന്ന, വലിയ പറമ്പ്, തെക്കേക്കാട്, ഓരി, മാടക്കാൽ, ഇടയിലക്കാട് പ്രദേശങ്ങളിലുള്ളവരാണ് വ്യാപകമായി കല്ലുമ്മക്കായ കൃഷി ചെയ്തു വരുന്നത്. കായൽ ജലത്തിലെ വ്യത്യാസം കാരണം കഴിഞ്ഞ വർഷം കൃഷി നശിച്ച കർഷകരിൽ ഭൂരിഭാഗം പേർക്കും നഷ്ടപരിഹാരം ലഭിച്ചിട്ടുമില്ല. അമൃത ന്യൂസ്, കാസർഗോഡ്.